അനുഗ്രഹിക്കപ്പെട്ട വചനം നാം ദൈവസന്നിധിയിൽ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ വചനഭാഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം നൽകിയ ചില ദിവസങ്ങൾ ഞാൻ ഓർക്കുകയായിരുന്നു. കൃത്യം 2 വർഷത്തിന് മുമ്പ് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടി ഞാൻ ശ്രമിച്ച സമയങ്ങളിൽ എൻ്റെ മുമ്പിൽ ആ വാതിലുകൾ അടഞ്ഞാണ് ഇരുന്നത്. എനിക്കറിയാം, എന്നെ കേൾക്കുന്ന യൗവനക്കാർ ഒത്തിരി പേര് എൻ്റെ മധ്യത്തിലുണ്ട്. നമ്മൾ പല കാര്യങ്ങളും ആഗ്രഹിക്കാറുണ്ട്, പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ എല്ലാ തുടക്കങ്ങളും എല്ലാ ഓപ്പണിങ്ങും കിട്ടണമെന്നില്ല. പലരോടും ഉത്തരം പറയണമല്ലോ എന്ന് ഓർത്ത് ഞാൻ വിഷമിച്ചിരുന്ന സമയത്ത് എന്നോട് കർത്താവ് ഇടപെട്ടത് ഇങ്ങനെയാണ്: നീ എന്തിനാ വിഷമിക്കുന്നത്? നീ എന്തിനാ ഉത്തരത്തിന് വേണ്ടി വിഷമിക്കുന്നത്? നീ ഒരു കാര്യം ചെയ്താൽ മതി, കർത്താവിനെ സ്തുതിക്കും. ഞാൻ വിഷമിച്ചിരുന്ന സമയത്ത് കർത്താവ് എൻ്റെ അധരം തുറന്നു. ഞാൻ കർത്താവിനെ വെറുതെ സ്തുതിക്കാൻ തുടങ്ങി. കർത്താവെ നന്ദി. എനിക്കറിയില്ല എന്തിനാ കർത്താവിനെ സ്തുതിക്കുന്നതെന്ന്. ഞാനൊരു റിട്ടേൺ ടിക്കറ്റും പിടിച്ച് നിൽക്കുകയാണ് ആ വിഷയത്തിന് വേണ്ടി പോയി തിരികെ ഭവനത്തിലേക്ക് മടങ്ങി വരാൻ. ആ ടിക്കറ്റിൻ്റെ പുറകിൽ ഞാൻ ഇതുവരെ എഴുതിയതിൽ വെച്ച് കർത്താവ് ഏറ്റവും ഫാസ്റ്റായിട്ട് കർത്താവിനെ സ്തുതിക്കാൻ ഒരു പുതിയ പാട്ട് എൻ്റെ അധരത്തിലേക്ക് തരികയാണ്: പുകഴ്ത്തിയിടാം യേശുവിനെ, കാരണം അവൻ പരാജയപ്പെട്ടവനല്ല, അവൻ ക്രൂശിലെ ജയാളിയാണ്. ഞാനിത് ഇങ്ങനെ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഭവനത്തിലേക്കൊക്കെ വന്നു. ഇതിൻ്റെ പിന്നിലുള്ള പർപ്പസ് ഒന്നും അറിഞ്ഞില്ല. ചില നാളുകൾക്ക് ശേഷം അടുത്ത ആൽബം ഫോർ ദ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആൽബത്തിലൂടെ അത് പാട്ട് പുറത്തു വന്നു. കൃത്യം 1 വർഷം കഴിഞ്ഞപ്പോൾ അതേ സ്ഥലത്ത് കർത്താവ് എന്നെ കൊണ്ടുപോയി നിർത്തി. ഞാൻ പോലും അറിയാതെ കർത്താവ് എൻ്റെ മുമ്പിൽ ആ വാതിൽ തുറന്നു തന്നു. പ്രിയ ദൈവദാസൻ ഓർപ്പിച്ചതുപോലെ പണ്ടുള്ളവയെ മറന്ന് കളയുമാറ് ജീവിതത്തിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അങ്ങനെ ഒരു തുടക്കം, ഈ പ്രവർത്തനത്തിൽ മാത്രമല്ല, ഇവിടെ പങ്കെടുക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലും അപ്രകാരം ഒരു സാക്ഷ്യത്തിനായിട്ട് കർത്താവ് ഒരു അടയാളമായി ചില തുടക്കങ്ങളെ നൽകി തരുമെന്ന് വിശ്വസിക്കുന്നവർ ആ കരങ്ങളൊന്ന് തട്ടി കർത്താവിനെ ഒന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. പുകഴ്ത്തിയിടാം യേശുവിനെ, കാരണം അവൻ ക്രൂശിലെ ജയാളിയാണ്. സ്തുതിക്കാം യേശുവിനെ, കാരണം എൻ്റെ യേശു സ്തുതികൾക്ക് യോഗ്യനാണ്. അധരം തുറന്ന് സ്തുതിക്കുമ്പോൾ, അന്യഭാഷകളിൽ സ്തുതിക്കുമ്പോൾ ഇതുവരെ അറിയപ്പെടാത്ത വാതിലുകൾ തുറന്നു തരുന്ന നല്ല കർത്താവിനെ കരങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പുകഴ്ത്തിയിടാം യേശുവിനെ. കുഞ്ഞുങ്ങൾ കരം തട്ടിച്ച് പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിക്കാം, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ചേർന്ന് പുകഴ്ത്തിക്കാം. പുകഴ്ത്തിയിടാം യേശുവിനെ, ക്രൂശിലെ ജയാളിയെ. സ്തുതിക്കാം, സ്തുതിച്ചിടാം യേശുവിനെ. ഹല്ലേലൂയ. കരം തട്ടി ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. വിശ്വസിക്കാൻ കൊള്ളാകുന്നവർ നമ്മുടെ കർത്താവ്. ചേർന്ന് പാടാം. വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ. വിശ്വസിക്കാം, വിശ്വസിക്കാം യേശുവിനെ, ഏകരക്ഷകനെ. ഏറ്റുപറയാം, ഏറ്റുപറയാം യേശുവിനെ, കർത്താതി കർത്താവിനെ. അത്തരം തുറന്ന് ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ.
സ്നേഹിക്കുവാൻ കൊള്ളാകുന്നവൻ, സേവിക്കുവാൻ കൊള്ളാകുന്നവൻ. അവന്റെ നാമമത്രേ യേശു ക്രിസ്തു. ഹല്ലേലൂയ. ആ മഹത്വം അറിഞ്ഞവർ കരം തട്ടി കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായോനെ. സേവിച്ചിടാം യേശുവിനെ, ഇന്നും എന്നും അനന്യനെ. ചേർന്ന് സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായോനെ. സേവിക്കാം, സേവിച്ചിടാം യേശുവിനെ, ഇന്നും എന്നും അനന്യനെ. കരം തട്ടി ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവരെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ. ഹല്ലേലൂയ. അല്പസമയം അക്കാര്യങ്ങളെ തട്ടി കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. ഈ ദേശമെങ്ങും സുവിശേഷത്തിനായി പുറപ്പെടുവാൻ പ്രിയ യൗവജനങ്ങളെ, പ്രിയ സഹോദരങ്ങളെ കർത്താവ് ഈ പകലിൽ അഭിഷേകം ചെയ്യുമാറാകട്ടെ. ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ. നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ഘോഷിക്കാം, ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ. നോക്കി പാർക്കാം, നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരും. ചേർന്ന് ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉന്നതനെ. ആരാധിക്കാം, ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ. കുഞ്ഞുങ്ങൾ ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ. ഹല്ലേലൂയ. ആരാധിക്കാം, ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഹല്ലേലൂയ. കരങ്ങളെ തട്ടി പൊന്നു കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. ഒരു നിമിഷം ആ കണ്ണുകളെ ഒന്ന് മൂടിക്കേ. ഹല്ലേലൂയ. ക്രൂശിലെ ജയാളിയായവൻ, അവിടുത്തെ നാമത്തെ സ്തുതിക്കുമ്പോൾ ഇന്ന് രാത്രി സമയം പരാജയമെന്ന് നിരൂപിക്കുന്ന സമയത്തെ പോലും അവിടുത്തെ പദ്ധതിയിൽ എൻ്റെ ദൈവം ജയമാക്കി മാറ്റും. തീർന്നുവെന്ന് വിചാരിക്കുന്ന ആ റോഡിൻ്റെ അറ്റത്ത്, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും നിർണായകമായ സമയത്ത് ഒരു നിർണായകമായ വഴിത്തിരിവ് തന്നെ നൽകുവാൻ കഴിവുള്ളവൻ, ഇതിൻ്റെ മധ്യത്തിൽ നമ്മുടെ ജീവിതത്തെ തൻ്റെ ഉള്ളം കരത്തിൽ വരച്ചിട്ടുള്ള ആ പൊന്നു കർത്താവിൻ്റെ സാന്നിധ്യം അറിയുന്നവർ ആ കരങ്ങൾ രണ്ടു മൂന്ന് ചേർത്തടിച്ച കർത്താവിനെ സ്തുതിച്ച് ഹല്ലേലൂയ. എല്ലാ അനുഭവങ്ങൾക്കും നന്ദി, അവിടുന്ന് നടത്തുന്ന എല്ലാ പദ്ധതികൾക്കും നന്ദി, അവിടുന്ന് കൊണ്ടുപോകുന്ന എല്ലാ പാതകൾക്കും നന്ദി കർത്താവേ. ഹല്ലേലൂയ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കണ്ണുകൾ മൂടിയിരിക്കുമ്പോൾ തന്നെ നമുക്ക് ദൈവമുഖത്തേക്കൊന്ന് നോക്കാം. എന്നെ നിത്യതയോട് അടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി എന്ന് പറയുവാൻ. എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾക്കും നന്ദി. എന്നെ നല്ല ശിഷ്യനാക്കിയിടുന്ന എല്ലാ കുരിശുകൾക്കും നാഥാ നന്ദി.
എന്നെ എന്നെ നിത്യതയോടടുപ്പിക്കുന്ന എല്ലാ അനുഭവങ്ങൾ എന്നെ നല്ല ശിഷ്യനാക്കിയിടും. കണ്ണുകൾ മൂടിയിരിക്കുമ്പോൾ തന്നെ കരമൊന്നുയർത്തി എല്ലാ തോൽവികൾക്കും, എല്ലാ കണ്ണീരിനും, എല്ലാ സാഹചര്യങ്ങൾക്കും നന്ദികൾ. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം കാണുക അതു നിമിത്തമായി എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യം അറിയാം. പുതിയ തുടക്കം നൽകുന്നവന് നന്ദി പറഞ്ഞേ. എല്ലാ തോൽവികൾക്കും നാഥാ നന്ദി. നിന്റെ മുഖം, നിന്റെ മുഖം കാണുക അതു നിമിത്തം എല്ലാ കണ്ണുനീരിനും നാഥാ നന്ദി. നിന്റെ സാന്നിധ്യം അറിയാൻ ഇടയായി. താഴ്വര മുള്ളുകൾ പനിനീർപ്പൂവോ ശോധന ചൂളയത് പൊന്നുപോലെ. നിങ്ങളുടെ അനുഭവമാണോ? ചേർന്ന് പറഞ്ഞു. താഴ്വര മുള്ളുകൾ പനിനീർപ്പൂവോ ശോധന ചൂടിനെ പൊന്നുപോലെ പുറത്തു കൊണ്ടുവരുന്ന കർത്താവിന് നന്ദിയോ. ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവൻ ഏത് സാഹചര്യത്തിലും ഉയർച്ചയിലും താഴ്ചയിലും മരണത്തിലും ജീവനിലും നിൻ സാന്നിധ്യം മതി. കരമൊന്ന് ഉയർത്തിയ രണ്ടു വാക്കൊരു പ്രാർത്ഥനയായി ചോദിച്ചപ്പ നിൻ സാന്നിധ്യം മതി. കൂടെ വേണം കർത്താവ്. നിൻ സാന്നിധ്യം കൂടാതെ എനിക്കൊന്നും ചെയ്യുവാൻ കഴിയത്തില്ലപ്പാ. നിൻ സാന്നിധ്യം മതി. അങ്ങയിൽ വസിച്ചിട്ടല്ലാതെ എനിക്ക് ഫലം കഴിക്കുവാൻ കഴിയത്തില്ല ദൈവമേ. നിൻ സാന്നിധ്യം മതി. നിൻ സാന്നിധ്യം മതി. കരങ്ങളൊന്ന് തട്ടി അവിടുത്തെ സാന്നിധ്യത്തിനായി, അവിടെ നമുക്ക് തരുന്ന പുതിയ തുടക്കത്തിനായി കരങ്ങളൊന്ന് തട്ടി സന്തോഷത്തോടെ ഹല്ലേലൂയ.